വെൽക്കം ബാക്ക് ടു മിയാസ് ഏഞ്ചൽ. അപ്പോൾ ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനും മിയ തമ്മിലാണ് ചലഞ്ചിങ്. അല്ല, ഞാനും ഇതുവരെ യൂട്യൂബ് ചാനലിൽ വരാത്ത ഒരാളായിട്ടാണ്. അപ്പൊ ഇതുവരെ യൂട്യൂബ് ചാനലിൽ വരാത്ത ഒരാളായിട്ടാണ് ഒരു ചലഞ്ചിങ് വീഡിയോ നടത്താൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ 6th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എൻ്റെ കൂടെ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ആരാണെന്ന്. ഇന്നത്തെ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 സെക്കൻഡ് ചലഞ്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല, ഓൺ ദ ഇതാണ്. അപ്പോൾ എന്താണ് 5 ക്വസ്റ്റ്യൻ ഞാനും പിന്നെ 5 ക്വസ്റ്റ്യൻസ് ഹസ്ബൻഡും. അപ്പോൾ അങ്ങനെ 10 ചോദ്യങ്ങളുണ്ട്. അതിനൊരു 7 സെക്കൻഡ് കൊണ്ട് ടപ്പേ ചെയ്യുന്ന ഉത്തരവാണ് നമ്മൾ നോക്കുന്നത്. 7 സെക്കൻഡ് കഴിഞ്ഞാൽ ആ ചലഞ്ച് ഫ്ലോപ്പ് ആവും. അപ്പം അങ്ങനത്തെ ഒരു ചലഞ്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ഷാനു. അപ്പൊ ഇതുവരെയും അങ്ങനെ ഒന്നും വന്നിട്ടില്ല ചാനലിലൊന്നും. ഇതുവരെ ഞാനും മിയ തമ്മിലുള്ളതായിരുന്നു കുറേ ഉള്ളത്. ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഒരു വ്ലോഗ് ആക്കാം എന്നോർത്ത്. അപ്പൊ നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനാണ് ഷാനുവാണ്? ഞാൻ തന്നെ പറയാം. ഞാൻ ഫസ്റ്റ് ചോദ്യം ചോദിക്കാൻ പോണേന്. ആദ്യം തന്നെ ടൈമർ റെഡിയാണ്. 7 സെക്കൻഡ്സ് ഉള്ളൂ. ഞാൻ ചോദിച്ചു കഴിഞ്ഞ് ആലോചിക്കാനുള്ള ടൈമൊന്നുമില്ല അപ്പൊ തന്നെ. പിന്നെ ടൈമർ ഒന്ന് കാണിച്ചു കൊടുക്കണേ സ്ക്രീനിലോട്ട്. അപ്പൊ തുടങ്ങാലോ. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ വെച്ച് 5 സ്ഥലങ്ങൾ പറയണം. അരുവി, അടൂരി, ആലുവ. 7 സെക്കൻഡ് ഇപ്പൊ അങ്ങനല്ല, അതിനകത്തോട്ട് കാണിക്കണം. സ്ക്രീൻ ഇങ്ങനെ ഞാൻ വിളിക്കാം. 7 സെക്കൻഡ് കഴിഞ്ഞു പോയി. അപ്പൊ ഫസ്റ്റത്തെ ഫ്ലോപ്പ് ആയി. നീയും പറയുന്നു, ആർക്കൊന്നും പറയാൻ പറ്റൂല. 7 സെക്കൻഡ് പറയണം. വേഗം പറയണം. അല്ല, മീന്റെ പേരൊക്കെ ഞാൻ പാട്ട് പാടി വന്നു. അപ്പൊ ഇത് റീസെറ്റ് ചെയ്ത് എന്നോടുള്ള ചോദ്യം ചോദിച്ചോ. ഇതേപോലെയുള്ള കല്ല് വെച്ച ചോദ്യങ്ങളൊന്നും ചോദിക്കരുതിട്ട്. ഞാൻ പറഞ്ഞ 7 ജില്ലയുടെ പേര് പറഞ്ഞാൽ കേരളത്തിലുള്ള. തൃശ്ശൂര്, കോഴിക്കോട്, വയനാട്, ഇടുക്കി, കണ്ണൂര്. അല്ല, ടൈമർ ഇട്ടിട്ടില്ലല്ലോ. ഇതെന്ത് കളിയാണ് ഈ കളിക്കണ? 7 ഞാൻ പറയട്ടെ? നീ ചോദിക്ക്. അല്ല, 7 സെക്കൻഡിനുള്ളിൽ പറഞ്ഞത് പറഞ്ഞോ? അപ്പൊ എനിക്കൊരു പോയിന്റ് കിട്ടിയേ. പിന്നെ അടുത്തത് എന്താണ്? അപ്പൊ 2 പേരും ഒരേ ഒരു ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാനാണ് ചോദിക്കേണ്ടത് ഷാനോട്. ഫസ്റ്റത്തിൽ ഞാൻ ജയിച്ചേ, നമ്മൾ ജയിച്ചല്ലേ മിയ? ഞങ്ങളുടെ ടീം ജയിച്ചേ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഷാനു 1 to 20 ബാക്ക്വേർഡ്സ് പറയണം. മലയാളത്തിൽ പറഞ്ഞാൽ മതി. അപ്പൊ സ്റ്റാർട്ട് അല്ലേ? ക്യാമറ ഓക്കെ. നേരത്തെ പോയി 19 പറഞ്ഞാൽ 20 പറയണ്ടല്ല. 20 പറയണ്ടല്ല, 20 തുടങ്ങണല്ലേ. 20 പറയണ്ടല്ലോ. 19, 18, 17 പറഞ്ഞാൽ മതിയല്ല. 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2 സമ്മതിച്ചു തന്നിരിക്കണം. ഒരു പോയിന്റ് ഇരിക്കട്ടെ. ഇനി അടുത്തത് എന്നോട് ചോദിക്കും. എന്താണ് തീരുമാനം? 1 to 100 ഇല്ലാത്ത അക്കം.
ഇംഗ്ലീഷൊക്കെ. അക്ക എന്ന് പറഞ്ഞാൽ നമ്പർ, എ ഇല്ലാത്ത നമ്പർ. 1 തൊട്ട് 100 വരെ ഇംഗ്ലീഷ്. 1 to 100 എ എന്ന് പറഞ്ഞ സ്പെല്ലിംഗ് ഇല്ലാത്ത അക്കം. അക്കോ എന്ന് പറഞ്ഞാൽ മനസ്സിലായ? ഒറ്റക്ക് 1, 2, 3, 4 ഇല്ലേ? അതിന് 18, 17 അക്കോ എന്ന് പറയണം. അതില് 1 to 100 ഇംഗ്ലീഷ് ലെറ്റർ വെച്ച് 1, 2, 3 ആ ലെറ്റർ വെച്ച് എ എന്ന് പറഞ്ഞ വാക്കില്ലാത്ത ഒരേ ഒരു അക്കം. എ എന്ന് പറഞ്ഞ സ്പെല്ലിംഗ് ഇല്ലാത്ത ഒരു 6 ഉണ്ട്, 7 ഉണ്ട്. എന്തായാലും പറയാനുണ്ട് എനിക്ക്. ഒരു ലെറ്റർ ഉണ്ടല്ലോ. എന്റെ ഫേവറേറ്റ് കളർ എന്താണ്? ഷാനുവിന്റെ ഫേവറേറ്റ് കളർ. അയ്യോ, ഷാനിന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക്, റെഡ്, ബ്ലൂ, വൈറ്റ്. കഴിഞ്ഞു പോയി. അയ്യോ, ഇതൊക്കെ തന്നെയായിരുന്നു ഫേവറേറ്റ് കളർ. റെഡ് ഒന്നും ഇല്ല, വൈറ്റും ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്. നീയുടെ ഫേവറേറ്റ് കളർ എന്താണ്? പിങ്ക്. പിങ്കിയാണ്. അടുത്തത് ഷാനോട്. 5 സെക്കൻഡ് ക്വസ്റ്റ്യൻ. 5 അല്ല 5. അയ്യോ, എനിക്കൊന്നും കിട്ടണില്ലല്ലോ. എന്ത് പറയും? സമ്മാനം വല്ലതും ഉണ്ടോ? 5. എന്റെ 5 ഫ്രണ്ട്സിന്റെ പേര് പറ. ലസിത, ഉണ്ണി, ഷെൽമ, ഗീതു, ജെനി, ജൂലിറ്റി. ടൈമറേ ആയിട്ടില്ല. 6-5 സെക്കൻഡ് ആയിട്ടുള്ള കേട്ടാ. ഇപ്പഴാണ് സൗണ്ട് വരാ. വെരി ഗുഡ്. കഴിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ആണല്ലേ. നാലാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച ലാസ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, 5ാമത്തെ ക്വസ്റ്റ്യൻ. ലാസ്റ്റ് പറ. നമ്മളെ എടക്കൊച്ചി മട്ടാഞ്ചേരി റൂട്ടിൽ പറഞ്ഞ ബസ്സിന് എത്ര ടയർ ഉണ്ട്? കഴിഞ്ഞു പോയി. ഞാനെന്തിനാ 7 സെക്കൻഡ്. സത്യത്തിൽ എത്ര ടയർ ഉണ്ട്? 2, 4, 8 8 അറിയാൻ പാടില്ലല്ലോ. എന്നിട്ടാണ് എന്നോട് ചോദിക്കണത് എത്ര ഉണ്ടെന്ന്. എത്ര ഉണ്ട്? 6 ടയർ ഉള്ളതാണ്. നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് വിശ്വാസമാണ്. 6 8 ഉണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്റെയാണ്. എന്റെ 5 ഗുഡ് തിങ്സ് പറയൂ. എന്റെ 5 നല്ല ഗുണങ്ങളും പറയൂ. നിന്റെ 5 നല്ല ഗുണങ്ങൾ പറഞ്ഞ്, നിനക്ക് ഹാപ്പി ഉണ്ടെങ്കിൽ എനിക്ക് ഹാപ്പി ഉണ്ട്. നിനക്ക് വഴക്കാണെങ്കിൽ എനിക്ക് വഴക്കുണ്ട്. അങ്ങാടി തോറ്റാ അമ്മയുടെ നെഞ്ചത്ത്. നിന്റെ അടുത്ത് ദേഷ്യപ്പെട്ട കൊച്ചിനെ പിടിച്ച് തല്ലു. മതിയില്ലേ? ഇത്രയും വേണ്ടിയില്ലായിരുന്നു. ഇങ്ങനതല്ലായിരുന്നു അമ്മ. അമ്മ പറയരുത്. ആരാണ് വഴക്ക് പറയണം? കേട്ടല്ല, പറഞ്ഞു പറയിപ്പിച്ചത് പോലെയുണ്ട് മീന. അത് പറയുമ്പോ അപ്പൊ നമ്മുടെ 5 ക്വസ്റ്റ്യൻസും 5 ഫണ്ണി ക്വസ്റ്റ്യൻസും പോലെ ആര് ജയിച്ചാലും തോറ്റൊന്നും നോക്കിയില്ല. കാരണം ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ചെറിയൊരു ഭാഗമാണിത്. അപ്പൊ പിന്നെന്താ, പിന്നെ ഇതാണ്. അപ്പൊ ആദ്യമായിട്ടാ പറഞ്ഞ ഇതാണ് ഷാനു, എന്റെ ഹസ്ബൻഡാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 years ആയി. ഇപ്പൊ 6 വർഷം അല്ലേ ഷാനു? എങ്ങനെയുണ്ട് ഈ 6 കഠിന ജീവിതം? 6 വർഷത്തെ കഠിന ജീവിതം ചിന്തിക്കാനും കൂടി പറ്റൂലല്ലേ.
കിളി പോയതുപോലെ ഇരിക്കണേ. കഠിന ജീവിതം ഒന്നും പറയാൻ പറ്റുന്നില്ല. നമസ്കാരം കിട്ടിയോ? കുഴപ്പമൊന്നുമില്ലാത്ത ജീവിതം. അപ്പോൾ പാവം ജീവിതം എന്നിട്ട് ഭയങ്കര ഷാനു പാവം അല്ലേ? അപ്പൊ എന്താണ്, അപ്പൊ ഇതാണ് ഷാനു. ഇനിയുള്ള തുടർച്ചയായ കുഞ്ഞു കുഞ്ഞു വ്ലോഗ്സിലൊക്കെ ഷാനുവിനെ പ്രതീക്ഷിക്കാം. എന്നെ വല്ലപ്പോഴൊക്കെ പ്രതീക്ഷിക്കാം, അത് എപ്പോഴും എന്നെ പ്രതീക്ഷിക്കണം. ഇപ്പൊ തന്നെ പിടിച്ചിരുത്തിയതാണ്. അപ്പൊ കുറച്ചുള്ള ടൈമുകളിൽ കിച്ചൺ അപ്പൊ എന്താണ് കുഞ്ഞു പാചകങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കുഞ്ഞു റെസിപ്പീസ് ഞങ്ങളുടെ ഷാനുവിന്റെ ഉണ്ടാവും. നല്ല കുക്കാണ്, എന്നേത് നല്ല അടിപൊളി കുക്കാണ്. പിന്നെ അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള അങ്ങോട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോസിലൊക്കെ ഷാനുവിനെ പ്രതീക്ഷിക്കാം. പിന്നെ എന്താ, ഞങ്ങളുടെ മീയനെ പരിചയപ്പെടുത്തേണ്ടല്ല, ഇതാണ് ഞങ്ങളുടെ മീയയും ഞാനും കൂടിയാണ് ഈ വ്ളോഗ് തുടങ്ങിയത്. എന്തായാലും തുടർച്ചയായി വീഡിയോസ് ഇടാൻ എന്തായാലും ശ്രമിക്കും. കുറച്ച് എന്താ പറയുക ഡിലേ ഉണ്ടായിരുന്നു ഇടാനായിട്ട്. അത് കുറച്ച് സിറ്റുവേഷൻസ് ഉള്ള കാരണം കുറച്ച് ഡിലേ വന്നു. ഇനി എന്തായാലും കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ടാവും. ഷാനുവിന്റെ നല്ല അടിപൊളി കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഉണ്ടാവില്ലേ ഷാനു? ഷാനു ഒരു എന്താ പറയാ, ഒരു ആലോചനയിലാണ് ഇനി എന്താ അടുത്തത് ഇടേണ്ടതാണ്. ഇതെങ്ങനെ എത്രയും പെട്ടെന്ന് കഴിയണമെന്നുള്ള ആലോചനയിലാണ്. അപ്പൊ ഞാൻ നീട്ടിക്കൊണ്ടോണില്ല. ഇതെല്ലാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണം എന്താ പറയാ ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഡബിൾ ക്ലിക്ക് അല്ല, ഒരു ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ എന്താ, എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് തന്നെ വേണം, പ്രാർത്ഥന വേണം. എല്ലാവരും ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. ബൈ ബൈ.